വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ താപനിലയ്ക്കും ആഗോളതാപനത്തിനും പ്രധാന കാരണമായ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർബൺ വിമുക്ത നാളേക്കൊരു ചൂടുവയ്പ് എന്ന ഈ ഗവേഷണ പ്രൊജക്ട് നിർവഹിച്ചിരിക്കുന്നത്. നെറ്റ് സീറോ കാർബൺ കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിലും വീടുകളിലും നടക്കുന്ന ഊർജ്ജ ഉപഭോഗം, മാലിന്യ സംസ്കരണം, വാഹനങ്ങളുടെ ഉപയോഗം എന്നിവ കാർബൺ എമിഷനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ പഠനം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. ഷൊർണൂർ BRCയുടെ നേതൃത്വത്തിൽ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ, KVRHS ഷൊർണൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ടെക്നിക്കൽ ഹൈസ്കൂൾ, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, GHSS വാടാനംകുറിശി എന്നീ വിദ്യാലയങ്ങളിലെ 30 കുട്ടി ഗവേഷകരാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളുമായി എത്തുകയാണ് 8ാം ക്ലാസ്സിലെ കുട്ടി ഗവേഷകരായ ഹരിനന്ദ് PS, ശ്രീഹരി സുനിൽരാജ്, ശ്രീഹരി S എന്നിവർ. നമസ്കാരം. ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ BRCയിൽ നിന്നുമാണ് വരുന്നത്. എൻ്റെ പേര് ശ്രീഹരി സുനിൽരാജ്. എൻ്റെ പേര് ഹരിനന്ദ്. എൻ്റെ പേര് ശ്രീഹരി S. ആദ്യം നമുക്കൊരു വീട്ടിൽ നടക്കുന്ന രംഗം കണ്ടാലോ? ഈ വീടെന്താ പൂരപ്പറമ്പോ? ലൈറ്റ് ഫാനൊക്കെ ഇട്ടിട്ട് പോയിരിക്കുക. കറണ്ട് ബില്ല് ആരടയ്ക്കാന്നാ വിചാരിച്ചിരിക്കണത്? ഇപ്പൊ കുറച്ചു നേരം ഈ ലൈറ്റും ഫാനും ഇട്ടതാണോ കുഴപ്പം? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കറണ്ട് ബില്ല് വരുമ്പോഴേ അറിയൂ. ഇതൊക്കെ ഞാൻ തന്നെ ഓഫ് ചെയ്യണം. ഇവിടെ എന്തോരം ചപ്പുചോറുകളാ. ഒന്ന് കത്തിക്കാം. അച്ഛൻ എന്ത് പണിയെ കാണിക്കണേ? കണ്ടൂടെ വേസ്റ്റ് കത്തിക്കണത്? വേസ്റ്റ് കത്തിക്കുമ്പോ കാർബൺ പോലുള്ള വിഷാദങ്ങൾ പുറന്തള്ളുന്നുണ്ട്. അതിപ്പോ ഇത്ര പ്രശ്നമുള്ള കാര്യ? നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ കടുത്ത ചൂടും കാലം തെറ്റിയുള്ള മഴയും വെയിലും, ഇതെല്ലാം കാർബൺ എമിഷൻ കൂടുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നീ എവിടെന്നാ പഠിച്ചേ? ഞങ്ങളുടെ സ്കൂളിൽ കാർബൺ എമിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് നടത്തിയിരുന്നു, അവിടെ നിന്ന് പഠിച്ചതാ. അല്ല, ഈ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ എമിഷൻ എന്നാൽ കാർബൺ പുറന്തള്ളൽ. നിങ്ങൾ ഈ സാഹചര്യങ്ങൾ കണ്ടില്ലേ? ഈ സാഹചര്യങ്ങളാണ് ഞങ്ങളെ കാർബൺ എമിഷൻ എന്ന ആശയം എടുക്കാനും അതിൽ ഗവേഷണം നടത്താനും പ്രേരിപ്പിച്ചത്. ഞങ്ങളുടെ ഗവേഷണ ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. വീടുകളിലുള്ള സർവേ നടത്തില്ലേ നമ്മൾ ആദ്യം ചെയ്തത്? അതിൽ നമ്മൾ 50ഓളം വീടുകൾ നേരിട്ട് എന്നും 100ഓളം വീടുകൾ ഓൺലൈനായി ഗൂഗിൾ ഫോം അയച്ചു കൊടുത്തുമായിരുന്നല്ലോ സർവേ നടത്തിയിരുന്നത്. നമ്മളവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ, നമ്മളവിടെ പ്രധാനമായി ചോദിച്ചത് വൈദ്യുതിയെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുമായിരുന്നല്ലോ. അതായത് ജൈവ മാലിന്യം അതിൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്നും, അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നുണ്ടോ എന്നും, വീട്ടിലെ ആളുകളുടെ എണ്ണം, വണ്ടികളുടെ എണ്ണം, വണ്ടിയുടെ ഇന്ധനം, മൈലേജ് എന്നിവയുടെയെല്ലാം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിരുന്നല്ലോ. പിന്നീട് അവരുടെ ചോദിച്ചിരുന്നത് അവർക്ക് കാർബൺ എമിഷനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്നായിരുന്നല്ലോ. അവരുടെ പലരുടെയും ഉത്തരം ഇല്ലെന്നായിരുന്നു, അറിയില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കാർബൺ എമിഷൻ എന്താണെന്നും അതെങ്ങനെ കുറയ്ക്കാമെന്നും പറഞ്ഞു കൊടുത്ത് ഓർമ്മയില്ലേ? നമ്മൾ ആദ്യം തന്നെ സ്കൂളിന്റെ മുന്നിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എണ്ണം എടുത്തല്ലോ. എണ്ണം എടുത്തിട്ടാണല്ലോ കാർബൺ എമിഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. കാർബൺ എമിഷൻ കാൽക്കുലേറ്റ് ചെയ്തതിനായി ആദ്യം വാഹനങ്ങളുടെ ഡേറ്റകൾ ശേഖരിച്ചു. ഡേറ്റകൾ ശേഖരിക്കുന്നതിനായി വാഹനങ്ങൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി. ആ വാഹനത്തിൻ്റെ ഇന്ധനം, മൈലേജ്, CC, PUC, പഴക്കം, ശരാശരി ഏകദേശം എത്ര കിലോമീറ്റർ ഒരു ദിവസം ഓടുന്നുണ്ട് എന്ന് വരെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ BUF എന്ന ഫോർമുല ഉപയോഗിച്ചാണ് കാർബൺ എമിഷൻ കാൽക്കുലേറ്റ് അല്ല, എന്താ ഈ BUF എന്നാൽ ബേസിക് യൂണിവേഴ്സൽ ഫോർമുല. അതായത് കാർബൺ എമിഷൻ ഈസ് ഈക്വൽ ടു ഫ്യൂവൽ കൺസ്യൂംഡ് ഇൻറ്റു എമിഷൻ ഫാക്ടർ. ഫ്യൂവൽ കൺസ്യൂംഡ് അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? ഫ്യൂവൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ മൈലേജ് ചെയ്ത് നോക്കാം. നമ്മൾ എല്ലാ വാഹനങ്ങളെയും തടഞ്ഞു നിർത്തിയാണ് ചോദിച്ചിരുന്നത്. അല്ല, നമ്മളുടെ സ്കൂളിന്റെ മുന്നിൽ തന്നെ ബാരിക്കേഡ്സ് ഉണ്ടല്ലോ, അതിലൂടെ സ്ലോയിലാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ അവരെ കൈകാട്ടി നിർത്തി ഡേറ്റകൾ കളക്ട് ചെയ്യും. പിന്നെ കാർബൺ എമിഷൻ്റെ തോത് അത് 45% 4 ചക്ര വാഹനങ്ങളും, 27% ഇരുചക്ര വാഹനങ്ങളും, 17% അമിതഭാര വാഹനങ്ങളും, 11% മുച്ചക്ര വാഹനങ്ങളുമാണ്. നമ്മൾ 9 മണി മുതൽ 4 മണി വരെയാണല്ലോ സർവേ നടത്തിയത്. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അതിലേക്ക് കടന്നുപോയത്? അതെ, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോയ സമയം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടന്ന സമയവും. 9 മണി മുതൽ 10 മണി വരെയാണ് ആ സമയം. അത് തന്നെയാണ് നമ്മുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ തടഞ്ഞു നിർത്തി ഡേറ്റകൾ കളക്ട് ചെയ്ത എല്ലാ വാഹന ഉടമകളോടും CNGയിലേക്കോ ഇലക്ട്രിക്കിലേക്കോ ആ വാഹനത്തിൻ്റെ ഇന്ധനം മാറ്റുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ കാർബൺ എമിഷൻ കുറയ്ക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മൾ അതിനുശേഷം 2 സ്കൂളുകളെ അടിസ്ഥാനമാക്കി സർവേ നടത്തിയല്ലോ. നമ്മൾ ആദ്യം സ്കൂളിൻ്റെ മാലിന്യ സംസ്കരണ രീതി, ലൈറ്റുകളുടെയും ഫാനുകളുടെയും ക്ഷമത എന്നിവയെല്ലാം മനസ്സിലാക്കിയല്ലോ. കാർബൺ അബ്സോർപ്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി മരങ്ങളുടെ ഗിർത്ത്, ഹൈറ്റ്, ഏജ് എന്നിവയെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി.
ഹരിതകേരള മിഷന്റെ സഹായത്തോടു കൂടി നെറ്റ് സീറോ കാർബൺ കേരള എപ്പോഴും ഞങ്ങൾ കാർബൺ എമിഷൻ കണ്ടെത്തി. ആദ്യത്തെ സ്കൂളിൻ്റേത് 106.92 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പെർ ഇയറും രണ്ടാമത്തേതിൻ്റേത് -23.5 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പെർ ഇയറുമായിരുന്നു. ആദ്യത്തെ സ്കൂളിനെ നെറ്റ് സീറോ ആക്കുന്നതിനും രണ്ടാമത്തെ സ്കൂളിൻ്റെ കാർബൺ എമിഷൻ തോത് നിലനിർത്തുന്നതിനും ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അപ്പോൾ ആദ്യത്തെ സ്കൂളിൻ്റെ എമിഷൻ കൂടുതലാണല്ലോ, അപ്പോൾ അത് കുറയ്ക്കാനും നെറ്റ് സീറോയിലേക്ക് എത്തിക്കാനുമുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കാം. അതായത് ജൈവ മാലിന്യം അതിൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്നും അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നുണ്ടോ എന്നും എല്ലാം ഉറപ്പുവരുത്താം. ബയോഗ്യാസ് വയ്ക്കുന്നതും ഉചിതമായിരിക്കും. പെട്ടെന്ന് വളരുന്ന ഹൈബ്രിഡ് മരങ്ങൾ വെക്കുന്നതിലൂടെ നമുക്ക് കാർബൺ സ്റ്റോക്ക് കൂട്ടാമല്ലോ. വാഹനങ്ങളിൽ വരുന്ന അധ്യാപകർക്ക് CNGയിലേക്കോ ഇലക്ട്രിക്കിലേക്കോ മാറ്റാം. കാരണം അത് കാർബൺ എമിഷൻ പൊതുവെ കുറഞ്ഞതാണ്. പഴയ ലൈറ്റുകളും ഫാനുകളും മാറ്റി LED-യിലേക്കോ BLDCയിലേക്കോ മാറ്റാവുന്നതാണ്. പഴയ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങുമ്പോൾ ഹൈ എഫിഷ്യൻസി ഉള്ളത് തന്നെ നോക്കി വാങ്ങുകയും സോളാർ പോലുള്ള കാർബൺ എമിഷൻ കുറയ്ക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കാർബൺ എമിഷൻ കുറയ്ക്കുന്നതും കാർബൺ സ്റ്റോക്ക് കൂട്ടുന്നതും വഴി നെറ്റ് സീറോ കാർബൺ എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കാം. കൂട്ടുകാരെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞിരുന്നോ? നെറ്റ് സ്ട്രീം പ്രോജക്റ്റിൻ്റെ ഭാഗമായി നെറ്റ് സീറോ ആണെന്ന് കണ്ടുപിടിച്ച സ്കൂളിനെ ഹരിത കേരള മിഷൻ്റെ ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ച് ജില്ലയിലെ തന്നെ ആദ്യത്തെ നെറ്റ് സീറോ സ്കൂളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. THS ഷൊർണൂർ സ്കൂളിനാണ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ആ അവാർഡ് സ്വീകരിക്കുവാനായി ഞങ്ങൾ പോയിരുന്നു. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. 2050 കേരളത്തെ നെറ്റ് സീറോ ആക്കാൻ ഹരിത കേരള മിഷൻ പരിശ്രമിക്കുന്നു. ഞങ്ങൾ അതിൽ പങ്കാളികളാവും. നിങ്ങളും പങ്കാളികളാവില്ലേ? താങ്ക് യു. Thank you, Team Shornur. Questions? നിങ്ങളുടെ ആശയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾക്ക് ചെയ്യാനാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആരൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തന്നെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർക്കൊരു ആശയം നൽകുകയാണല്ലോ നമ്മൾ. അവരോട് ഈ ഡേറ്റകളൊക്കെ ശേഖരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു കൗതുകം ഉണ്ടാവും. ഈ കുട്ടികൾ ഇങ്ങനെ വന്ന ഡേറ്റകൾ ചോദിക്കുന്നത് അത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ. അപ്പോൾ ഈ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ അവർക്ക് പകർന്നു നൽകിയിരുന്നു. നമുക്ക് ഈ സോളാറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഇൻസ്റ്റാളേഷൻ ഫീസ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതിന് പകരം നമ്മുടെ ഇംഗ്ലീഷിലെ വില്ലേജ് ഓഫ് ദി വാട്ടർ മിൽസ് എന്ന ചാപ്റ്ററിലേതുപോലെ വാട്ടറിൽ നിന്ന് ഇലക്ട്രിസിറ്റി മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണെങ്കിൽ സോളാറിനേക്കാൾ ചിലവ് കുറവുമാണ്, കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് എനർജി കിട്ടുകയോ ചെയ്യത്തില്ലേ, അത് ഉപയോഗിച്ചാൽ പോരെ. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിസിറ്റിനെയും അപേക്ഷിച്ച് ഈ സോളാർ പാനൽസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അബ്സോർപ്ഷനാണ്. അപ്പോൾ 45 ഗ്രാമാണ് ഒരു യൂണിറ്റിൽ നിന്ന് ആ കാർബൺ എമിഷൻ ഉണ്ടാകുന്നത്. മറ്റുള്ള ഇലക്ട്രിസിറ്റിയിൽ നോക്കുമ്പോൾ 820 ഗ്രാംസ് വരെ ഒരു യൂണിറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സോളാറാണ് ലാഭം. പക്ഷേ ഈ സോളാർ പാനലുകൾക്ക് എഫിഷ്യൻസി ഒത്തിരി കുറവല്ല. അതിന് പകരം എഫിഷ്യൻസി നല്ലതുപോലെ കൂടുതലുള്ള തരത്തിലുള്ള സോളാർ പാനലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് വരെ അല്ലാത്ത എനർജി അല്ലേ ഉപയോഗിക്കുന്നതല്ലേ, അതല്ലേ എളുപ്പം? അല്ല, സോളാർ പാനൽസിലേക്ക് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് തന്നെ നമ്മൾ നോക്കിയെടുക്കണം. നമ്മൾ കാർബൺ എമിഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ വാഹനങ്ങളിൽ നിന്നും കാർബൺ എമിഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പോഴേ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അല്ലാത്ത വാഹനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും വളരെയധികം മാർക്കറ്റിലുണ്ട്. അതിനൊക്കെ നമ്മൾ ഡിമോട്ട് ചെയ്യുമല്ലേ വേണ്ടേ? ഇപ്പോൾ തന്നെ 2050 കേരള നെറ്റ് സീറോ ആക്കാനുള്ള ആശയം ഹരിത കേരള മിഷൻ്റെ വക തന്നെ ഇപ്പോൾ ഡീസലിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും നിർത്തലാക്കാൻ തന്നെ ഇപ്പോൾ അവർ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായി കുറയ്ക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഒറ്റയടിക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ ശരിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾക്ക് വേഗം എത്തിക്കാൻ പറ്റില്ലെങ്കിലും അടുത്ത പ്രാവശ്യം കാർ എടുക്കുമ്പോൾ ഇലക്ട്രിക്കലേക്ക് എടുക്കാൻ പറയാലോ. അല്ലെങ്കിൽ പിന്നെ അതിന് പകരം കൂടുതലായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതികളിൽ വാഹനങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നുള്ള കാർബൺ എമിഷനും കുറച്ചെടുക്കാവുന്ന രീതിയിൽ വാഹനങ്ങളുടെ എക്സോസിസ്റ്റം മോഡിഫൈ ഒക്കെ ചെയ്തെടുത്താൽ പോരും.
അങ്ങനെ എന്താ മോഡിഫിക്കേഷൻ ഒന്നും നടക്കാത്തേ? ഗവൺമെന്റ് തന്നെ നടത്തിക്കൊടുക്കുക. നമ്മൾ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് കാര്യമില്ലല്ലോ, പെട്രോൾ തന്നെയല്ലേ കത്തുന്നത് വണ്ടി ഓടാൻ. പക്ഷെ അപ്പോഴും കാർബൺ എമിഷൻ കുറയുമല്ലേ? ഇല്ലല്ലോ, പെട്രോൾ കത്തുന്നതിലാണ് കാർബൺ എമിഷൻ ഉണ്ടാകുന്നത്, അല്ലാണ്ട് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ എമിഷൻ കുറയില്ലല്ലോ. പക്ഷെ കാർബൺ എമിഷൻ ഇതിൽ നിന്ന് വരുന്നത് കുറച്ചാൽ പോരെ ഇച്ചിരി? അപ്പോഴേ കുറച്ചെങ്കിലും നമുക്ക് കുറയുമല്ലോ. നമുക്ക് CNG മാറ്റാവുന്നതാണ് ഇന്ധനം. പിന്നെ ഈ ഹൈഡ്രജൻ എഞ്ചിൻസ് ഇലക്ട്രിക്കൽ എഞ്ചിൻ വാഹനങ്ങളെയൊക്കെ എഫിഷ്യൻസി കൂടുതലാണ്. പക്ഷേ അതിനാണ് അങ്ങനെ ഒത്തിരി കാർബൺ എമിഷൻ ഒന്നുമില്ല. അപ്പോൾ അത് ഉപയോഗിച്ചാൽ പോരെ? നമ്മൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്താണ്, ഇലക്ട്രിക്കിലേക്കോ CNG മാറ്റുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബെസ്റ്റ് ചോയ്സ്. നമ്മൾക്ക് അതിലേക്കല്ലേ നോക്കണ്ടുള്ളൂ. നിങ്ങൾ സർവേ നടത്തി എന്ന് പറഞ്ഞു. അപ്പം സാധാരണക്കാർക്ക് ഈ കാർബൺ എമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് അവരോട് ചോദിച്ചത്? ഞങ്ങൾ അവരോട് ചോദിച്ചത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ഇലക്ട്രിക്കലായിട്ട് ഓവർ ഉപയോഗം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ അവിടുത്തെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി, എങ്ങനെ അവർക്ക് കാർബൺ എമിഷനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ ചോദിച്ചു. ഞങ്ങളുടെ പ്രൊജക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ചോദിച്ച സമയത്ത് മിക്കവർക്ക് ഈ കാർബൺ എമിഷനെ കുറിച്ച് ഐഡിയ ഇല്ല. ഞങ്ങൾ ഈ 50ഓളം വീടുകളിൽ നേരിട്ട് സർവേ നടത്തിയത്, അവരുടെ അടുത്ത് എല്ലാം ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം, തുടർ പ്രവർത്തനങ്ങൾ ഇതിലുണ്ട്. ശാസ്ത്രീയമായ രീതിയിലാണോ നിങ്ങളുടെ വീട്ടിലും പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നത്? അതെ, നമ്മുടെ സ്കൂളിൽ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്കാണ് പോകുന്നത്. വീട്ടിലും ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് തന്നെയാണല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനു വേണ്ടി സ്വീകരിച്ച രീതി എന്താണ്? നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തൊട്ട അയൽവക്കം അങ്ങനെ വീടുകളിലൊക്കെ സന്ദർശിച്ച് അജൈവ മാലിന്യങ്ങൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ടോ എന്നും ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസാരിക്കുന്നില്ലെന്നും നമ്മൾ അന്വേഷിച്ചിരുന്നു. ഈ കാർബൺ എമിഷനെ കുറിച്ച് അറിയുമ്പോൾ അധികം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഓരോ സൊല്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻസ് വരുന്ന വലിയ വലിയ കമ്പനീസ് എന്നല്ലേ. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ്? നമ്മൾക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള മാർഗം മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഇപ്പോൾ കാർബൺ എമിഷൻ ഇപ്പോഴുള്ള ഡീസൽ വാഹനങ്ങളിലും പെട്രോൾ വാഹനങ്ങളിലും കൂടുതലാണ് അല്ലേ? അപ്പോൾ CNGയിലോട്ടോ ഇലക്ട്രിക്കിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോരുത്തരും അത് പ്രാവർത്തികമാക്കുക? പലരെ കൊണ്ട് അത് കഴിയണമെന്നില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറയുന്നില്ല, പതുക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ലോകത്തിലിപ്പോൾ 800-900 കോടിയോളം വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളൊക്കെ ഈ ഇലക്ട്രിക്കിലോട്ടോ, കൂടുതലും ഇലക്ട്രിക്കാണല്ലോ ഇനി വരും തലമുറ സപ്പോർട്ട് ചെയ്യണത്. ഈ ഇലക്ട്രിക്കും CNG ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ CNG ഈ പോക്ക് പോകണമെങ്കിൽ തന്നെ 35 വർഷത്തിനുള്ള CNG ഉള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിൽ ഇലക്ട്രിക്ക് മാത്രമേ ഒരു ചോയ്സ് ഉള്ളൂ. ഈ വാഹനങ്ങൾ മുഴുവൻ ഇലക്ട്രിക്കിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളാർ എനർജി, അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ, ഇതൊക്കെ ഈ കാറ് ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ തുടർന്ന് ജീവിക്കും? തുടർന്ന് ജീവിക്കാനായിട്ട് നമ്മൾക്ക് ഈ റിസോഴ്സ് മാത്രം പോരല്ലോ. മനസ്സിലായി? ഹലോ, ഇതിലേ ഇപ്പോൾ ഗവൺമെൻറ് പുതിയൊരു സംവിധാനം കാർബൺ ക്രെഡിറ്റ് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വനങ്ങൾ സസ്യങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടുന്ന ഒരു രൂപം പറയുന്നുണ്ട്. പക്ഷെ അത് ജനകീയമായിട്ടില്ല. അപ്പോൾ അത് ജനകീയമാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പരിശ്രമം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്കിപ്പോൾ സർവേ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബോധവൽക്കരണ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് ഇത് അറിയണം. എന്നാൽ മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ ഉള്ളൂ. ഈ കാർബൺ എമിഷൻ കൂടുന്നതെന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കൊണ്ടൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഇനി ഭാവിയിൽ കേരളത്തിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നിങ്ങളുടെ ഈ പ്രോജക്റ്റ് ഒരു നല്ല പ്രോജക്റ്റായി തോന്നുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജഡ്ജസ്.
വളരെ നല്ല ചോദ്യങ്ങളും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അതിന് ഉത്തരം നൽകി നന്നായി അവതരിപ്പിച്ചു. വളരെ കാലിക പ്രസക്തമായ ഒരു ടോപ്പിക് എടുത്ത് അതിൽ നിങ്ങളാലാവുന്ന രീതിയിൽ നല്ല ഒരു ഗവേഷണം നടത്തി. കുട്ടി ഗവേഷകർക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. കുറച്ച് മാസങ്ങളും കൂടെ ഇങ്ങനൊരു പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ഒരവസരം ലഭിച്ചാൽ എന്തൊക്കെയാവും നിങ്ങൾ ചെയ്യുക? ഞങ്ങൾക്കിത് ഏറ്റവും നമ്മൾക്ക് ഒരാൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എത്ര പേര് നമ്മളുടെ കൂടെ സപ്പോർട്ടുണ്ടോ അത്രയും കുറയുന്നുള്ളതാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സർവേ നടത്തുക, അതുപോലത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾക്ക് ബോധവൽക്കരണ ക്ലാസ്, സർവേ നടത്തുക, അങ്ങനെ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.